ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ റിലീസിന് മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അന്ന് എന്തായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, പിന്നെ മിഡിൽ ഈസ്റ്റ് സിറ്റുവേഷൻ വെച്ചിട്ട് റിലീസ് പ്ലാൻസ് അന്ന് അനൗൺസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്ദേശം. ഇന്ന് മെയിനായിട്ട് ഓൺലൈൻ മീഡിയയ്ക്കും എല്ലാ മീഡിയയ്ക്കും ഒരു നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ്. കാരണം മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 87 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസാണ് ആട് എന്ന സിനിമ നേടിയിരിക്കുന്നത്. വലിയ വിജയമായിട്ടാണ് ഞങ്ങളതിനെ കരുതുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിയെ, അതിലെ കഥാപാത്രങ്ങളെ, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ അവരുടെ എക്സ്പെക്റ്റേഷന് ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരുത്തിയില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുകയും ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതൊരു വളരെ ടഫായിട്ടുള്ളൊരു കോളായിരുന്നു. കാരണം നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്ക് അറിയാം. ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ തിയേറ്ററിലേക്ക് വരും. ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് അവരെന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക് അത് നമുക്ക് മാത്രമല്ല, മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നിരുന്നു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈനിലൂടെ അടുത്ത ആട് 4ൻ്റെ കഥ എന്തായിരിക്കുമെന്ന് ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായി. ഓട്ടുമിത് ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. വിജയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആട് 3 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ഈ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്.
പിന്നെ ഇനിയിപ്പം ഔപചാരികതകളും ഫോർമാലിറ്റികളും ഒന്നുമില്ല. അതുപോലെ നമുക്ക് ആടിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ കടക്കാം. താങ്ക് യു. വലിയ റിസ്ക് എടുത്തു എന്ന് പറയുന്നത് 100% അംഗീകരിക്കുന്നു. 4 ദിവസം 87 crores എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്രയും ഒരു എപ്പിക് ഫാന്റസി, റിസ്ക് എലമെന്റ്സ് എല്ലാം കൊണ്ടും ഒറ്റ ചോദ്യം, എത്രയായിരുന്നു കൃത്യമായി ഇതിന്റെ ബഡ്ജറ്റ്? വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമൻസ് എന്നാണ് ഞാൻ അതിന് ഉത്തരവായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷൻ്റെ ഒരു 70-75% അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തോളൂ. അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങി വിജയ് ബാബു. തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് കിട്ടിയിട്ട് ആദ്യം കടങ്ങൾ വീട്ടണം, അത് കഴിഞ്ഞ് വേണിച്ചേട്ട പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കാം. അതല്ലേ എൻ്റെ ഒരു ന്യായമായ കാര്യം. മിഥുൻ ആ ഷൂട്ടിംഗ് സമയത്ത് സന്തോഷ് ഷമീറിന്റെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ള സീൻ, അങ്ങനെ കുറെ സീനുകളുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് മിഥുന് ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു അനുഭവം അതായിരിക്കും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമ കാണുമ്പോൾ ഷൂട്ടിംഗ് ചിലപ്പോൾ തൂക്കിയ സീനുകളുണ്ട്, എല്ലാം ഉണ്ടാവും. അതിലേതായിരിക്കും? എനിക്ക് കൊഞ്ഞനം കുത്തുന്ന സീൻ കുറേ ദിവസമായി പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. എനിവേസ് 2-3 ദിവസങ്ങളായി ഷൂട്ട് ചെയ്താണെങ്കിൽ ഞാനതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിരുന്നു ഇത് എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്ലാബ് സ്റ്റിക്ക് പീക്ക് അടുപ്പിക്കുകയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട്. ഇപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഞാനിങ്ങനെ പറയുന്നത് വിനാചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ തമിഴന്മാരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവരുടെ സിനിമയിലെ കൊടുകുരു വില്ലനായ വർമ്മൻ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്തത് എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ എന്തായിരിക്കും? പുള്ളി തന്നെ തിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓക്കെ ആണല്ലോ, നമ്മൾ ധൈര്യമായിട്ട് അടിച്ചു, ഇനി ഒന്നും നോക്കണ്ട. സൈജുവേട്ടനോട് ഞാൻ ഈ ഫുട്ടേജ് കാണിച്ചു കൊടുക്കും. വിനായകൻ അസലായിട്ട് ചെയ്തിട്ട് വിട്ടുകൊടുക്കരുത്. അപ്പോൾ സൈജുവേട്ടൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആലോചിച്ച് നോക്കുക. അപ്പം ഒരു സ്ലാബ് സ്റ്റിക് കോമഡി എന്ന് പറയുന്ന ഒരു സിനിമയിലെ അങ്ങനത്തെ ഒരു രംഗം അത് ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒരു രംഗമാണ്. പിന്നെ അടുത്ത ചേട്ടൻ്റെ കൗണ്ടർ ഞാൻ സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടനായകൻ കോമൻകുറുപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനി ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ നമ്മുടെ അലയ ബോൺ, ലാറയും കസാൻഡ്രയും 2 ടൈം ലൈനുകളിൽ ആൾക്കാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. ആ 2 രംഗങ്ങളും ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന രംഗങ്ങളായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് മൊമെന്റുകൾ. അതുപോലെ ഇന്ദ്രൻസേട്ടൻ്റെ കുഞ്ഞ് ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്, ഒരു മിറർ ഷോട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും ഒരുപാട് ചിരികളോടെയും ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായും ചിരി വരും. ഞാനിങ്ങനെ ഇവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരെന്താ ചെയ്യാൻ പോണത്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ കുറേ രംഗങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പം ചിരി വന്നില്ലെങ്കിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കും, ഇവർ ചിരിക്കുന്നുണ്ട്. യൂണിറ്റിലെ ചേട്ടന്മാരുടെയും നമ്മുടെ ട്രെയിനിൽ ജിപ്പിലെ ആൾക്കാരെയൊക്കെ നോക്കിയാൽ മതി. ആ ഹ്യൂമർ അവർ കഥ അറിഞ്ഞിട്ടല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് അവരുടെ റിയാക്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവുമോ ഇല്ലയോ. അപ്പം ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല, കുറച്ചധികം രംഗങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ് പാർട്ട് 2 എന്നുള്ളതാണ്. ഇപ്പോൾ വിജയചേട്ടനും പറഞ്ഞിരുന്നു ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങി? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലം പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ മഴക്കാലത്ത് തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്ന് ഒതുങ്ങിയിട്ട് എല്ലാവരും നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ. തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്നത്. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണാം, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പോൾ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട
ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഇല്ല ഇല്ല ഇല്ല, ആട് മണ്ണിൽ നമ്മൾ ഇതുപോലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത് ആട് മണ്ണോടുകൂടി എൻ്റെ ആശങ്കയെല്ലാം മാറിയിരുന്നു. കാരണം പൊളിറ്റിക്കൽ സറ്റയർ നമുക്ക് പിടിക്കാം. നമ്മൾ കരുതി കൂട്ടിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായി സീരിയസ് സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് ചർച്ചകളും മറുചർച്ചകളും ഒക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ വരിക. ഇത് ശുദ്ധമായ ആക്ഷേപഹാസ്യം, പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് അങ്ങനെ ഒരു സാധനം നമ്മുടെ പടത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ പറഞ്ഞാൽ ചിരിക്കുമെന്ന് തന്നെയായിരുന്നു. ആ സ്പിരിറ്റിൽ തന്നെ ഇന്ന് വരെ ആളുകൾ എടുത്തിട്ടുള്ളൂ. ആട് മണ്ണ് മുതൽ 1-2 പേര് പേഴ്സണൽ മെസ്സേജ് ആട് മണ്ണിനെ അയച്ചത് ഒഴിച്ചാൽ ഇതുവരെയും പി ശശിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആരും ഒരു എതിരഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടവർക്ക് സാത്താൻ സീനിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നത്, പക്ഷേ നായകന് കിട്ടിയതിനേക്കാൾ ഒരു ഗംഭീരമായ ഇൻട്രൊഡക്ഷനാണ് സന്ദീപിന് കൊടുത്തത്. ഞാൻ പറഞ്ഞ ആ സ്പോയിലർ ഇല്ലാതെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ സെറ്റ് ചെയ്തതിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം അത് ഭയങ്കര ഹൈ ആയിരുന്നു തിയേറ്റേഴ്സിൽ. ഓരോ മൂന്ന് പ്രധാനപ്പെട്ട ഹൈ മൊമെന്റ്സ് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? സണ്ണിച്ചന്റെ ക്യാരക്ടർ സാത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ കറക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും നായകന്മാരാണ്. അതും ഒരു നായകൻ തന്നെയാണ്. അതുപോലെ അത് മറ്റൊരു വലിയ ഇൻട്രോസും കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആവേശപ്പുറത്ത് ആട് മണ്ണിൽ അത്ര ഇൻട്രോസ് കൊടുത്തു. പിന്നെ ആട് 2 ആയപ്പോഴത്തേക്കും ഇൻട്രോസ് എനിക്കൊരു ബാധ്യതയായി. കാരണം ഓഡിയൻ പ്രതീക്ഷിക്കും ആട് 3 ആകുമ്പോഴത്തേക്കും 7-14 ഇൻട്രോസ് ആയി. ലാസ്റ്റ് പടം മുഴുവൻ മറ്റേ ഇൻട്രോ മാത്രമാകും എന്നുള്ള ആശങ്ക വരെ ആടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്തത് സാത്താൻ സേവ്യറിന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വൈൽഡ് കാർഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സിനിമയിലും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതിലാണ് സാത്താൻ സേവ്യറിനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം അതൊരു പിന്നെ ആട് 2-ല് എനിക്ക് സാത്താൻ സേവ്യറിന് നല്ലൊരു എൻട്രി കൊടുക്കാൻ പറ്റില്ല. അന്ന് മഴയൊക്കെ പെയ്ത് ആകപ്പാട് ഇരുട്ടായി, ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾ വിചാരിച്ചൊന്നും നടന്നില്ല, പെരുമഴ, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഇത്തവണ സാത്താൻ സേവ്യറിന്റെ എൻട്രി തകർക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അത് അവിടെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടിയും പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ടീമുകളും അവരാണ് ആ തീയും പരിപാടിയൊക്കെ ആയിട്ട്. അത് പറഞ്ഞാൽ ഇനി സ്പോയിലറായി. അപ്പോൾ എന്താണെങ്കിലും ഇത്തവണ സണ്ണിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട്. പിന്നെ ഇത്തിരി അണ്ടർവേൾഡ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, പുള്ളിക്ക് അത് കൊടുക്കാം. പക്ഷെ ഷാജി പാപ്പനോ സർവത്ത് ഷമീറോ ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഡ്യൂഡിന് പോലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ബാങ്കോക്കിൽ എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ പുള്ളി നമ്മളൊരു വൺ കില്ലറായിട്ടൊന്നുമല്ലോ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ പുള്ളി എപ്പിക് ചേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ പുള്ളി ഇങ്ങനെ 1000 പേരെ വെട്ടിക്കുന്നു ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സാത്താൻ സേവ്യറിന് അങ്ങനെ ഒരു എൻട്രി സെറ്റ് ചെയ്തത്. ആട് 3-ല് നോക്കിക്കഴിഞ്ഞാൽ 3-ലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ ആട് 2-ല് ഉള്ളതായിട്ട് ഇപ്പം ഓൺലൈനിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളും കണ്ടെത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം ആട് 2-ന്റെ സക്സസ്സിലാണ് 3 അനൗൺസ് ചെയ്തത്. ആട് 2 മേക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4 ഒക്കെ ചെയ്യണമെന്ന് അത്തരത്തിലുള്ള ഒരു കൺവിൻഷൻ അന്നേ ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ട് ഒരു 3-ാം ഭാഗം വരും വിജയിച്ചാൽ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ക്യാരക്ടേഴ്സ് ആണല്ലോ, ഈ 7 ക്യാരക്ടേഴ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സബ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വേൾഡാണ്. അപ്പം ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആളുകൾ മടുക്കുവോളം ഇപ്പം ഫ്രാഞ്ചൈസ് സിനിമകൾ നോക്കിക്കൂടെ, ഒരു 10ഉം 11ഉം ഒക്കെ വരുന്ന 7ഉം 8ഉം ഒക്കെ വരുന്ന ഫ്രാഞ്ചൈസ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു ഫ്രാഞ്ചൈസിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മേക്ക് ദ സെക്കൻഡ് വൺ ദ റൂൾ, മേക്ക് ദ സെക്കൻഡ് വൺ എ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം 3, 4, 5 വരെയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഉറപ്പായിട്ടും 2ാമത്തെ വർക്കായിരുന്നെങ്കിൽ 3ാമത്തത് ഞങ്ങൾ ചെയ്യും എന്ന് ആദ്യമേ തന്നെ ധാരണ ഉണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർക്കാവുകയാണെങ്കിൽ ചെയ്യാം. നമ്മുടെ കൺവിക്ഷൻ എല്ലായ്പ്പോഴും തിയേറ്ററിൽ വിജയിച്ചോണമെന്നില്ല. അപ്പം 2ന്റെ സമയത്ത് തന്നെ ആലോചന ഉണ്ടായിരുന്നു ഒരു 3 ചെയ്യാം. പക്ഷെ 3ന്റെ സമയത്ത് അതൊരു 2 പാർട്ട് ഫിലിമായി ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേയുള്ള തീരുമാനം. ഇനി 4 ഇറങ്ങിയിട്ട് പ്രേക്ഷകർ ഈ പറയുന്ന പോലെ 5ാം പാർട്ട് വേണമെന്ന് ഭയങ്കരമായിട്ട് ഈഗർ ചെയ്യുകയാണെങ്കിൽ അതിവിടെ ചോദിക്കേണ്ടി വരും. അത് ഇനി ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. വിജയിച്ചേട്ടാ മറ്റൊരു ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ആട് 1-ൽ നിന്നും ആട് 3-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ചേട്ടൻ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് എ പ്രൊഡ്യൂസറിനേക്കാൾ ഉപരി എനിക്ക് ആട് 3 കണ്ടപ്പോൾ ശ്രദ്ധിച്ചത് ആസ് ആൻ ആക്ടർ ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം
ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിജയ് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമഡി അധികം ചെയ്യാൻ പറ്റത്തില്ല, അല്ല അങ്ങനത്തെ ഒരാളല്ല എന്ന് പറഞ്ഞ ആള് ആട് 3ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ടാണ് കോമഡി ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് റിയൽ ലൈഫിലും ഭയങ്കരമായിട്ട് കോമഡി പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു ടീമിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ജേണി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും? ഞാൻ എന്നും ഹ്യൂമർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അത് ഞാനൊരു ചാനലിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ അല്ലെങ്കിൽ CEO ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു സീരിയൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു സീരിയസ് പേഴ്സണായിട്ട് നമ്മളെ അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് പോകുന്നതാണ്. ഐ ഓൾവേസ് ലവ് ഹ്യൂമർ. നിങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ആദ്യ സിനിമ കൊണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ എന്നും ഉണ്ടായിരുന്നു. അത് മങ്കിപ്പനാണെങ്കിലും അടിയപ്പേര് കൂട്ടമണിയാണെങ്കിലും ഹോമാണെങ്കിൽ കൂടി ആ ഫ്ലേവർ, അത് ബിക്കോസ് ഐ ലവ് ഹ്യൂമർ ആസ് എ ജോണർ. ഞാൻ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മിഥുനറിയാം, ഓരോ ഡയലോഗ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ സംസാരിച്ചിട്ടില്ല. ഏറ്റവും സീരിയസ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഫ്രൈഡേ ഫിലിം ഹൗസ് യൂണിവേഴ്സിനെ